ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ ഈ 50mm കനോണിൻ്റെ ഒരു ലെൻസ്, അതിൽ നിറച്ച് ഫംഗസ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനും വേണ്ടി ഞാൻ സ്വയമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കാനാണ്. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിൽ കാണാൻ പറ്റും ഫംഗസ് കയറിയിരിക്കുന്നത്. ഞാൻ അത്ര കെയർ ചെയ്യാതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായത്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്ക്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതിനകത്ത് ഫംഗസ്. ഇപ്പോൾ എനിക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ അതിൽ ചെറിയ രീതിയിൽ ഉള്ളൊരു പ്രോബ്ലം വന്നതുകൊണ്ടാണ് ഞാനിതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം ഊരിയിട്ട് ക്ലീൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ 4 പോയിൻ്റ് നമുക്ക് ഈ കോർണറിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ 2 സൂചി വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഊരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് നടന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ചെറിയ സിസർ ഉണ്ടായിരുന്നു. അതുപയോഗിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ 2 പോയിൻറ്റിൽ വെച്ചിട്ട് അതിൻ്റെ ലോക്ക് റിലീസായിട്ടുണ്ട്. പിന്നെ ഞാൻ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം റിലീസായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് പോർഷൻ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് മാറിയപ്പോൾ 2-3 സ്ക്രൂ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ അഴിച്ചാലേ നമുക്ക് ലെൻസ് പുറത്തെടുക്കാൻ ഒക്കത്തുള്ളൂ. അത് ആദ്യത്തെ സെറ്റ് ഒരു സ്ക്രൂ ആണത്, ഈ 3 എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എണ്ണം നമ്മൾ ജസ്റ്റ് ഊരിയെടുക്കുന്നുണ്ട്. സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എന്തെങ്കിലും വെച്ചൊന്ന് പൊക്കി കൊടുത്താൽ നമുക്കതിന് ഊരി വരുന്നതാണ്. അങ്ങനെ ആ ഒരു പീസും ഊരി മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു 3 സ്ക്രൂവും കൂടെ അതിനുള്ളിൽ വരുന്നുണ്ട്. അതും നമുക്ക് ഊരിയെടുക്കണം. അപ്പോൾ അതും ഊരിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ച് പിടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ലെൻസ് ഫ്രണ്ടിലെ ഊരി വന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി പാളി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെൻസ് സീൽ ചെയ്ത് വെച്ചേക്കുകയാണിത്, ഈ ഒരു പാർട്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല. ഇത് ക്ലീനിങ് ചെയ്യുന്ന പ്രൊഫഷണൽസിന് അവരുടെ കയ്യിൽ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ കയ്യിൽ അതില്ല. ഞാനപ്പോൾ അത് യൂട്യൂബിലൊക്കെ കുറേ തപ്പിയിട്ട് അതിൻ്റെ വീഡിയോസൊന്നും കിട്ടാനില്ലായിരുന്നു. പിന്നെ ഒരെണ്ണം കിട്ടി. ഞാനതിപ്പോൾ സൈഡിൽ കൊടുക്കാം അതെങ്ങനെയാണ് ഊരുന്നതെന്നുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ച് ഞാൻ തിരിച്ച് ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ക്ലീൻ ചെയ്ത് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളിത് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ക്ലീനിങ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഉള്ളിലെ ഗ്ലാസും ഫ്രണ്ടിലെ ഗ്ലാസും എല്ലാം ഞാൻ ഈ ജസ്റ്റ് തുണി വെച്ചാണ് ഞാൻ ക്ലീൻ ചെയ്തത്. അപ്പോൾ നിങ്ങളത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീനിങ് കിറ്റിൽ ജെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ച് മാത്രം ക്ലീൻ ചെയ്യുക. ഉദ്ദേശിച്ച മെയിൻ കാര്യം നടക്കാഞ്ഞതുകൊണ്ട് ഞാൻ ബാക്കിലെ ലെൻസ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ബാക്കി ഞാൻ ബാക്കിലെ ലെൻസും ക്ലീൻ ചെയ്ത് ഇത് തിരിച്ച് അതേപോലെ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഊരിയ പാർട്സ് എല്ലാം അതേപോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്ത് സ്ക്രൂകളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു മിനിമം ടൈറ്റിൽ മാത്രമേ വെക്കാവുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് പോയിൻറ്റിലായിരിക്കണം നമ്മൾ തിരിച്ചിടുന്നത്. ആ ഹോള് നോക്കി കറക്റ്റ് ആ ഒരു ഇതിലേക്ക് വീഴുന്ന രീതിയിൽ വെച്ചിട്ട് മാത്രം സ്ക്രൂ ചെയ്യണം. അതൊന്ന് ശ്രദ്ധിക്കണം തിരിച്ച് നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ.
എന്നിട്ട് ബാക്കിയുള്ള 3 സ്ക്രൂവും കൂടെ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്ക്രൂ കയറാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റിയിട്ട് അടുത്ത ഹോളിലേക്ക് ഇട്ടിട്ട് വേറൊരു സ്ക്രൂ വെച്ച് അത് ടൈറ്റ് ചെയ്യണം. നമ്മൾ ഒരുപാട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടേ സൂക്ഷിച്ച് വേണം എല്ലാം ചെയ്യാൻ. പിന്നെ ലാസ്റ്റ് പോർഷന് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനൊരു ലോക്ക് വീഴുന്നതിനുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. അത് കറക്റ്റ് വീണില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ ഒരു ലോക്ക് വീഴുന്ന ആ ഒരു സൈഡിൽ കൊണ്ട് വെച്ചിട്ട് മാത്രം നമ്മൾ ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് വീഴത്തില്ല. ഞാനിതിപ്പോൾ കറക്റ്റ് കൊണ്ട് വെച്ചിട്ട് ആ 2 പോയിൻറ്റിലും എൻ്റെ സിസർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒറ്റ റൈറ്റിലേക്ക് ക്ലോക്ക് വൈസ് ഒന്ന് തിരിച്ചാൽ ലോക്കാവും. ഇപ്പോൾ എൻ്റെ സെറ്റായിട്ടുണ്ട്. ഞാനിനി അത് ക്യാമറയിൽ ഒന്നിട്ട് നോക്കുകയാണ്. എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ, ഡാമേജ് ഉണ്ടോ, ചെയ്തതിനകത്ത് എന്തെങ്കിലും റോങ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഫോക്കസൊക്കെ ആവുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പൊടി ഞാൻ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് മാറിയിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം എനിക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആ ഫംഗസിൻ്റെ പ്രോബ്ലം മാത്രമേ മാറാത്തതായിട്ടുള്ളൂ. ഇപ്പോൾ ഷാർപ്നെസ്സൊക്കെ ഓക്കെയാണ്, ആട്ടോ ഫോക്കസും എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ക്ലീനിങ് കിറ്റൊക്കെ വാങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.